ഹലോ ഫ്രണ്ട്സ്, എം ടി വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യാൻ പാടില്ലാത്ത ഒരു 7 ദുശ്ശീലങ്ങളുണ്ട്, ദുസ്വഭാവങ്ങളുണ്ട് എന്നുള്ളതാണ്. അത് ചെയ്യുന്ന ആളുകളൊക്കെ പരാജയത്തിലാണെന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ പുതിയ കാലഘട്ടത്തിൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത 7 കാര്യങ്ങൾ അല്ലെങ്കിൽ 7 ദുശ്ശീലങ്ങളാണ് നമ്മൾ പറയുന്നത്. നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ശരിക്കും നിങ്ങൾ അലാറം വെച്ച് കിടന്നുറങ്ങാൻ പാടില്ല. അലാറം വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിച്ച സമയത്ത് എഴുന്നേൽക്കുന്ന ഉറപ്പിൽ മാത്രമേ അലാറം വെക്കാവുള്ളൂ. രാവിലെ ആദ്യത്തെ കാര്യം അലാറം സ്നൂസ് ചെയ്യുന്നതാണെങ്കിൽ അത് ജീവിതത്തിനെ ബാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യം അന്നത്തെ ദിവസത്തെ ആദ്യത്തെ പരിപാടി തന്നെ അത് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് കഴിയട്ടെ, ഒരു 5 മിനിറ്റ് കഴിയട്ടെ, 10 മിനിറ്റ് കഴിയട്ടെ എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിക്കാൻ പറ്റരുത്. അലാറം അടിച്ചു കഴിഞ്ഞാൽ അപ്പം ചാടി എഴുന്നേറ്റണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അലാറം വെക്കരുത്. അത്ര എമർജൻസി ഉണ്ടെങ്കിലാണ് അലാറം വെക്കേണ്ടത്. അലാറം വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുന്നേക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആദ്യത്തെ ദുശ്ശീലം എന്ന് പറയുന്നത് അത് സ്നൂസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ദുശ്ശീലം എന്ന് പറയുന്നത് എഴുന്നേറ്റതിന് ശേഷം ആദ്യത്തെ 1 മണിക്കൂറിന് മുമ്പ് ഒരു കാരണവശാലും ഫോൺ ഉപയോഗിക്കുകയോ സോഷ്യൽ മീഡിയ തുറക്കുകയോ ചെയ്യരുതെന്നുള്ളതാണ്. കാരണം അന്നത്തെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നത് മറ്റാരെങ്കിലുമായി മാറും എന്നുള്ളതാണ്. അവരുടെ റീല് കണ്ടിട്ട്, അവരുടെ മെസ്സേജ് കണ്ടിട്ട്, അത്തരം കാര്യങ്ങൾക്ക് അതിനർത്ഥം എന്ന് പറയുന്നത് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു വാട്സപ്പ് മെസ്സേജ് നോക്കുന്നതോ അല്ലെങ്കിൽ ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്നതോ അല്ല ഉദ്ദേശിക്കുന്നത്. കുറച്ച് സമയം ഫോണിൽ തോണ്ടിയിരിക്കുക. എഴുന്നേറ്റ ഉടനെ ആദ്യം ഫോൺ ഓണാക്കി, നെറ്റ് ഓണാക്കി, അതിലെന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കി, യൂട്യൂബ് തുറന്നു നോക്കി, അങ്ങനെയുള്ള ശീലം പാടില്ല എന്നാണ് പറയുന്ന കാര്യം. ദിവസം തുടങ്ങുന്നത് തന്നെ മറ്റൊരാളുടെ കൺട്രോളിലായി മാറരുത് എന്നുള്ളതാണ്. മനസ്സ് ഒരു റിയാക്ഷൻ മോഡിലേക്ക് പോവുകയും മറ്റൊരാൾ നിങ്ങളെ കൺട്രോൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം തന്നെ മറ്റുള്ളവരുടെ കയ്യിലായി മാറും എന്നുള്ളതാണ് ഓർക്കേണ്ടത്. മൂന്നാമത്തെ, ഇതേപോലെ പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാവിലെ പത്രം വായിക്കണം എന്നാണ്. ഇപ്പോൾ പറയുക പത്രം വായിക്കരുത്, ടി വിയും കാണരുത് എന്നുള്ളതാണ്. 100% ചെയ്യരുത് എന്നല്ല, നിങ്ങളത് ബോധപൂർവ്വം മാത്രം. പത്രം വായിക്കുകയാണെങ്കിൽ എഡിറ്റോറിയൽ പേജോ അങ്ങനെ വളരെ ഗഹനമായ കാര്യങ്ങളല്ലാതെ മറ്റേത് പേജ് എടുത്തു കഴിഞ്ഞാലും രാവിലെ തന്നെ കൺസ്യൂം ചെയ്യുന്നത് നെഗറ്റീവ് ന്യൂസുകളാണ്. ടി വി തുറന്നാലും നെഗറ്റീവ് ന്യൂസാണ്, പത്രം തുറന്നാലും നെഗറ്റീവ് ന്യൂസാണ്. ഈ നെഗറ്റീവ് ന്യൂസ് രാവിലെ തന്നെ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് നമ്മളെ പഠിപ്പിക്കുന്ന ഈ സൊസൈറ്റി ശരിയല്ല, നാട്ടിൽ മൊത്തം ബലാത്സംഗങ്ങൾ, നാട്ടിൽ മൊത്തം കൊലയാണ്, പ്രശ്നങ്ങളാണ്, ശരിയല്ല ഈ നാട് എന്ന ചിന്തയാണ് വരുന്നത്. സത്യത്തിൽ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ 1% വരുന്ന നെഗറ്റീവുകൾ നമ്മൾ ഈ പൊരിപ്പിച്ച് ന്യൂസിലും ആ പത്രത്തിലും വരുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ബാക്കിയെല്ലാം വളരെ ശാന്തമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ന്യൂസുകൾ രാവിലെ കൺസ്യൂം ചെയ്യാതിരിക്കുക. മൂന്നാമത്തത്, രാവിലെ ജങ്ക് ഫുഡ് കഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ജങ്ക് ഫുഡ് കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുക. ഇത് രണ്ടും ചെയ്യരുതെന്നാണ് പറയുക. വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കണം, അത് നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ദുശ്ശീലമായിട്ട് രാവിലെ തന്നെ ജങ്ക് ഫുഡുകൾ കഴിക്കുന്ന ശീലം ഒഴിവാക്കുക. അടുത്തൊരു ശീലം എന്ന് പറയുന്നത്, ബാഡ് എന്ന് പറയുന്നത്, അതിൽ നല്ല ശീലമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാലും കൂടെ ഭാര്യ ഉണ്ടെങ്കിലും ഭർത്താവ് ഉണ്ടെങ്കിലും മക്കളുണ്ടെങ്കിലും സിബ്ലിങ്സ് ആരുടെ കൂടെയാണ് കിടക്കുന്നതെങ്കിലും ആ ബെഡ് വൃത്തിയാക്കുക എന്നതാണ് ആദ്യം ചെയ്യുന്നത്. നമുക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് കിട്ടുന്ന, നല്ല ഡോപ്പമൈൻ റഷ് കിട്ടുന്ന, നല്ല ഗുഡ് ഫീലിംഗ് കിട്ടുന്ന ഒരു കാര്യമാണ്. പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ച്, ബെഡ്ഷീറ്റൊക്കെ നേരെയാക്കി വെച്ച്, പില്ലോ ഒക്കെ നേരെ വെച്ച് അതൊന്ന് നീറ്റാക്കിയിട്ട് മാത്രം പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഭയങ്കര സുഖമായിരിക്കും. അപ്പോൾ അതിന് പകരം ആ ബെഡ് മേക്കിംഗ് അല്ലെങ്കിൽ ആ ബെഡ്റൂം സെറ്റാക്കുന്നില്ല എങ്കിൽ അതൊരു ബാഡ് ബിഹേവിയറായിട്ടാണ് കാണുന്നത്. ആരാണോ ബെഡിൽ നിന്ന് ഇറങ്ങുന്നത് അത് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കും. അടുത്തൊരു ദുശ്ശീലമാണ്, ദിവസം തുടങ്ങുന്നത് തന്നെ, പ്രത്യേകിച്ച് 2-3 കുഞ്ഞുങ്ങളും ഭാര്യയും ഭർത്താവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് തുടങ്ങും. നീയല്ലേ അങ്ങനെ ചെയ്തത്, നീ എന്നോട് അത് ചെയ്യരുതുകൊണ്ടല്ലേ. രാവിലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാരണവശാലും വഴക്കിടാൻ പാടില്ല എന്നുള്ളതാണ്. ആർഗ്യുമെൻറ്റ്സ് ഒഴിവാക്കുക, ശാന്തമായിരിക്കുക, പോസിറ്റീവായിരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ പിന്നെ അടുത്ത ശീലങ്ങൾ എന്ന് പറയുന്നത്, ഈ ദുശ്ശീലം പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൽസ്വഭാവം ഉണ്ടാവുമല്ലോ. അതിൽ ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മളതിന് ദുശ്ശീലം എന്ന് പറയുക. രാവിലെ ഒരു അല്പസമയം എക്സസൈസ് ചെയ്യുക, ബോഡി മൂവ്മെൻറ്റ് നടത്തുക, സൺലൈറ്റ് കൊള്ളാൻ ശ്രമിക്കുക, കുറച്ച് സമയം സൂര്യപ്രകാശം കൊള്ളണം, നേച്ചറിലേക്ക് ചെറിയ വാക്ക് നടത്തുക, ഒരു 5 മിനിറ്റെങ്കിലും പുറത്തേക്ക് ഇറങ്ങി നേച്ചറിലേക്ക് ഇറങ്ങുക. ഇത്തരം കാര്യങ്ങൾ മിസ്സാക്കുക എന്ന് പറയുന്നത് ഒരു ദുശ്ശീലമാണ്. എന്നും രാവിലെ ഒരു കൃത്യമായിട്ട് റൂട്ടീൻ ഉണ്ടാക്കുകയും ആ റൂട്ടീനിൽ ഈ ദുസ്വഭാവങ്ങൾ ഒഴിവാക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വിജയം ഉറപ്പാണെന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് രാവിലെ ചെയ്യാൻ പാടില്ലാത്ത ദുസ്വഭാവങ്ങളാണ് പറഞ്ഞത്. ഒറ്റ നല്ല കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇന്നത്തെ പ്രഭാതം എനിക്കും എഴുന്നേക്കാൻ കഴിഞ്ഞതിൽ നന്ദി കാണിക്കുക. എൻ്റെ കൂടെ കിടന്നുറങ്ങിയ എത്രയോ 10,000-കണക്കിന് ആളുകൾ ഇന്നലെ രാത്രി മരിച്ചു പോയിട്ടുണ്ട്. ലോകം മൊത്തം നോക്കുമ്പോൾ എനിക്ക് എഴുന്നേക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ ആരോഗ്യത്തോടുകൂടെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ നന്ദി ഉണ്ടായാൽ മാത്രം മതി സത്യത്തിൽ ഒരു ദിവസം മനോഹരമായി മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദിവസങ്ങൾ മനോഹരമായിട്ട് ആശംസിക്കുന്നു. ഇത്തരം നല്ല വീഡിയോകൾക്കായിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്ക് നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്, MT വ്ളോഗ്.